നിലപാടുകളുടെ രാജാവ് സലിംകുമാർ. മനുഷ്യന്മ വേണ്ടതേ മതിയായി. അതാണ് മനുഷ്യന്മ വേണ്ടതിന്. മലയാളികളെ ചിരിപ്പിച്ച് ഒടുവിൽ അവരുടെ കണ്ണ് നിറയിച്ച എത്രയോ നടന്മാർ നമുക്കുണ്ട്. എന്നാൽ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അതോടൊപ്പം സ്വന്തം നിലപാടുകൾ കൊണ്ട് സമൂഹത്തിന് കൃത്യമായി സന്ദേശവും നൽകുന്ന ഒരാളേ ഉള്ളൂ, നമ്മുടെ സ്വന്തം സലിംകുമാർ. ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വരാറുള്ള വ്യാജ വാർത്തകൾക്കപ്പുറം മലയാളി നെഞ്ചേറ്റിയ ആ പ്രതിഭയുടെ ജീവിതവും നിലപാടുകളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കൊരു ജന്മം നടക്കുന്ന എല്ലാത്തിനും നോട്ട് ചെയ്യണം. നമ്മളൊന്നിനും നോട്ട് ചെയ്യില്ല. നമ്മൾ കുറെ മനുഷ്യന്മാരെ മാത്രം നോട്ട് ചെയ്തിരിക്കുകയാണ്. അവൻ പണക്കാരനാവുന്നതും ഇവൻ പണക്കാരനായതും മാത്രം നമ്മൾ നോട്ട് ചെയ്യുന്നുള്ളൂ. എല്ലാവരും മുകളിലോട്ടല്ലേ നോക്കുള്ളൂ, താഴോട്ടൊരാളും നോക്കൂല. കൊച്ചിൻ കലാഭവൻ എന്ന മഹാപ്രസ്ഥാനത്തിലൂടെയാണ് സലിംകുമാർ എന്ന കലാകാരൻ വളർന്നു വന്നത്. മുതലാളി ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. വെറും ഒരു ഹാസ്യ നടൻ എന്ന ലേബലിൽ ഒതുങ്ങാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. ലാൽ ജോസിന്റെ അച്ഛൻ ഉറങ്ങാത്ത എന്ന വീട് എന്ന സിനിമയിലെ സാമുൽ എന്ന കഥാപാത്രം മലയാളികളെ ആകെ കരയിപ്പിച്ചു. ആരും ഒന്നും ചെയ്യില്ല. എന്നെ പപ്പ മോളെ, ചേച്ചിയോ മോളെ, ലിസ മോളെ. മോളിപ്പോ നമ്മുടെ വീട്ടിലാ. നോക്കി ട്രീസ ചേച്ചിയും ഷേർലി ചേച്ചിനൊക്കെ കണ്ടില്ലേ? പിന്നീട് 2011 ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഞങ്ങൾ വന്നത് യാത്ര ചോദിക്കാനാണ്. പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ യാത്ര തിരിക്കും. പിന്നെ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ട്രോളന്മാരുടെ സ്വന്തം മണവാളനും പ്യാരിയും സ്രാങ്കും. പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. ശരിയാടാ, ശ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. പിന്നെ ഞാനെന്തിനാ ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ശരി. ഞാനല്ലേ പറയുന്നത്, നിനക്ക് ഈ ആശാന വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയാടാ, തിരുപ്പതിയാ. ഇന്ന് സലിംകുമാർ ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് മലയാളി ട്രോളന്മാർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വരുന്ന 80% ട്രോളുകളിലും സലിംകുമാറിന്റെ ഭാവങ്ങളാണ് ഉള്ളത്. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ചെയ്ത കോമഡികൾ ഇന്നും പുതുമയോടെ നമ്മൾ ആസ്വദിക്കുന്നു. സലിംകുമാർ എന്ന വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് ആർക്കും പണയം വെക്കാത്ത അദ്ദേഹത്തിന്റെ നിലപാടുകളാണ്. രാഷ്ട്രീയമായാലും സാമൂഹിക വിഷയങ്ങളായാലും തന്റെ അഭിപ്രായം വെട്ടിത്തുറന്നു പറയാൻ അദ്ദേഹം മടിക്കാറില്ല. കോൺഗ്രസ് അനുഭാവിയായ അദ്ദേഹം പാർട്ടിയുടെ വേദികളിൽ സജീവമാണെങ്കിലും തെറ്റുകളെ വിമർശിക്കാൻ മടിക്കാറില്ല. അമ്മ സംഘടനയ്ക്കുള്ളിലെ അനീതികൾക്കെതിരെയും തിരഞ്ഞെടുപ്പ് രീതികൾക്കെതിരെയും പരസ്യമായി പ്രതികരിക്കുകയും രാജിവെക്കുകയും ചെയ്ത ചരിത്രം അദ്ദേഹത്തിനുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്തെ ബന്ധങ്ങൾ അദ്ദേഹം നിലനിർത്തിയിരുന്നു. രാഷ്ട്രീയം പ്രസംഗിക്കാം, ബേബിച്ചേട്ടനെതിരെ പ്രസംഗിക്കാൻ കഴിയില്ല എന്നായിരുന്നു സലിംകുമാർ പറഞ്ഞത്. CPM ദേശീയ സെക്രട്ടറി MA ബേബി ഓർക്കുന്നു. കോൺഗ്രസിന് വേണ്ടി ഞാൻ എവിടെയും പ്രസംഗിക്കുക, പക്ഷെ ബേബിച്ചേട്ടനെതിരായിട്ട് ഞാൻ പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. തന്റെ മുഖത്തെ പുഞ്ചിരി നിലനിർത്താൻ ആശംസിച്ചുകൊണ്ട് വിട പറഞ്ഞ നടൻ സലിംകുമാർ തന്റെ ആത്മസുഹൃത്തായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വിതുമ്പി കേരളത്തിന്റെ സ്വന്തം മുഖ്യമന്ത്രി VD സതീശൻ. അത്രമാത്രം ഹൃദയബന്ധമാണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വിടപറയൽ ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഇന്നലെ രാത്രിയാണ് വീണ്ടും അദ്ദേഹത്തിന് കടുത്തൊരു ഹൃദയാഘാതം ഉണ്ടായി, ആ വേർപാടുണ്ടായത്. ഞാൻ കുടുംബത്തിനോടുള്ള ഔപചാരികമായ ദുഃഖം പ്രകടിപ്പിക്കുന്നില്ല. കാരണം ആ കുടുംബം എൻ്റെ കൂടെ കുടുംബമാണ്. ഞാനും കൂടി ആ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്. അവരെ എല്ലാവരെയും ഞാൻ ചേർത്ത് നിർത്തും. ഞങ്ങളെല്ലാവരും ചേർത്ത് നിർത്തും. ഒരു കാര്യമില്ല. ഇവിടെ
എല്ലാവർക്കും ഉണ്ടായ പ്രയാസത്തിൽ, ദുഃഖത്തിൽ ഞാൻ പങ്കുചേരും. സലിംകുമാറിന്റെ ജീവിക്കുന്ന ഓർമ്മകൾ നമുക്ക് നെഞ്ചോട് ചേർക്കാം. അദ്ദേഹത്തിന്റെ ജീവിക്കുന്ന ഓർമ്മകൾ ഇനിയും ഒരുപാട് കാലം മലയാള സിനിമകളിൽ ഉണ്ടാകട്ടെ. നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രിയ കലാകാരൻ സലിംകുമാറിന് AM ന്യൂസ് നെറ്റ്വർക്കിന്റെ ആദരാഞ്ജലികൾ.